സൂപ്പർമാൻ. അങ്ങനെ വളരെയധികം പ്രതീക്ഷയോടെ ഫസ്റ്റ് ഡേ ഞാൻ തിയേറ്റേഴ്സിലേക്ക് കയറി സൂപ്പർമാൻ കാണാൻ വേണ്ടി. ആൻഡ് എൻ്റെ സിമ്പിൾ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒരു ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എന്താണോ പ്രതീക്ഷ അവരത് 100% ഡെലിവർ ചെയ്തു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ബട്ട് ഇനി ഞാൻ ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് കയറുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ DC കോമിക് ബുക്സോ അല്ലെങ്കിൽ DC ആനിമേറ്റഡ് ഷോസോ കണ്ടു വളർന്ന ഒരാളല്ല. എനിക്ക് DC ക്യാരക്ടേഴ്സിനെ മെയിനായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം DC മൂവീസും വീഡിയോ ഗെയിംസും അതുപോലെ DC ക്യാരക്ടേഴ്സിനെ പറ്റിയുള്ള വീഡിയോസാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളിൻ്റെ പെർസ്പെക്റ്റീവ് നിന്നാണ് ഈ ഒരു റിവ്യൂ വീഡിയോ വരുന്നത് എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഈ വീഡിയോ കാണുക. ബട്ട് അതർ ദൻ ദാറ്റ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു മൈ ഒപ്പീനിയൻ. ആദ്യം തന്നെ എടുത്തു പറയേണ്ട പേര് ഡേവിഡ് കൊറൻസ്വെറ്റ്. ഈ പാവം മനുഷ്യനെ പടം റിലീസാവുന്നതിന് മുന്നേ തന്നെ എല്ലാവരും അങ്ങോട്ട് ഹെയ്റ്റ് ചെയ്ത് അടിച്ചമർത്തി താഴ്ത്തിക്കളഞ്ഞു. അഥവാ ഇവനെ കൊണ്ടൊന്നും സൂപ്പർമാൻ പ്ലേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഡിസിഷൻ കുറേ പേര് മനസ്സിൽ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുക സിനിമ കാണുന്നതിന് മുന്നേ. ഓക്കെ, ഇതേപോലത്തെ ഒരു ഹീറ്റ് ആയിരുന്നു റോബർട്ട് പാറ്റിൻസനെ ബാറ്റ്മാനായിട്ട് കാസ്റ്റ് ചെയ്തപ്പോഴും നമ്മൾ കണ്ടത്. ആ സിനിമയിലൂടെ ഏത് രീതിയിലാണോ റോബർട്ട് പാറ്റിൻസൺ ഹേറ്റേഴ്സിന് റിപ്ലൈ കൊടുത്തത്, അതേപോലെ തന്നെ ഈ സിനിമയിലൂടെയും ഡേവിഡും ഹേറ്റേഴ്സിന് റിപ്ലൈ കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിഗംഭീര പ്രകടനമായിരുന്നു. ഈസിലി ഈ പടത്തിന്റെ ബെസ്റ്റ് ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സുഖമായിട്ട് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ഡേവിഡ് കൊറൻസ്വെറ്റ് ആസ് സൂപ്പർമാൻ. ഹീ ഈസ് നോട്ട് മെയ്ഡ് ടു പ്ലേ സൂപ്പർമാൻ, ഹീ ഈസ് ബോൺ ടു പ്ലേ സൂപ്പർമാൻ എന്നുള്ള ആ ഒരു ഫ്രേസ് എനിക്ക് കോൺഫിഡൻസോടെ ഉപയോഗിക്കാൻ പറ്റും ഡേവിഡിൻ്റെ ഈ സിനിമത്തെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞിട്ട്. ഡേവിഡ് ഓഡിയൻസിനെ മൊത്തത്തിൽ കൈ എടുത്ത് കഴിഞ്ഞു മാൻ. ലൈക്ക് ഈ പടത്തിൻ്റെ തുടക്കത്തിൽ ഡേവിഡിൻ്റെ ഇൻട്രോയിൽ ഒരു ആവശ്യം ജനറൽ ഓഡിയൻസിൻ്റെ ഒരു പുതുമുഖമായതുകൊണ്ട് വലിയ ഓളമൊന്നും അത് സൃഷ്ടിച്ചില്ല. പക്ഷെ അവസാനം എത്തുമ്പോൾ ഡേവിഡ് സൂപ്പർമാനായിട്ട് വെറുതെ നിന്നാൽ മതി, പോസ് ചെയ്ത് നിന്നാൽ മതി, തിയേറ്റർ പൊട്ടിത്തെറിക്കുന്നു. ആ ലെവലിലേക്ക് ഡേവിഡിന്റെ പെർഫോമൻസ് ഓഡിയൻസിനെ ആകർഷിച്ചിരിക്കുകയാണ്. പിന്നെ അടുത്തതായിട്ട് എടുത്തു പറയേണ്ട പേരാണ് നിക്കലസ് ഹോൾട്ട് ആസ് ലെക്സ് ലൂതർ. നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള മൂവീസിലൊക്കെ കാണുന്ന ഒരു പരിപാടി, വില്ലന്മാർക്കൊക്കെ ഒരു ഇമോഷണൽ ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റീസണിങ് കൊടുക്കുന്ന ഒരു പരിപാടി. ഈ പടത്തിൽ അങ്ങനെ ഒന്നുമില്ല. ഈ പടത്തിൽ ലെക്സ് ലൂതർ എന്ന് പറയുന്നത് ഹീസ് ജസ്റ്റ് എ ടെറബിൾ ഹ്യൂമൻ ബീങ്. അഥവാ ഹി ഹേറ്റ് സൂപ്പർമാൻ ആൻഡ് സൂപ്പർമാനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ഏതൊരു ലെങ്ത് വരെയും പോകുന്ന ഒരു ക്രേസി പ്യുവർ വില്ലനിസം കാണിക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടറായിട്ടാണ് ഈ സിനിമയിൽ ലെക്സ് ലൂതറിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ആ ഒരു പോർട്രേയിലോട് ചേരുന്ന ഒരു ക്രേസി റിഡിക്കുലസ് ഓവർ ദ ടോപ്പ് പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഗംഭീര വില്ലൻ പെർഫോമൻസ് ആണ് പടത്തിൽ നിക്കലസ് ഹോൾട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത്. വേറെ ലെവൽ പെർഫോമൻസ് മാൻ. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ചോയ്സ് ആയിരുന്നു റേച്ചൽ ബ്രോസ്നാൻ ആസ് ലോയിസ് ലെയ്ൻ. റേച്ചലും ഡേവിഡും തമ്മിലുള്ള കെമിസ്ട്രി വാസ് ഇൻക്രെഡിബിളി പവർഫുൾ ഇൻ ദിസ് മൂവി. എനിക്ക് അവർ തമ്മിലുള്ള കുറച്ച് സീൻസും കൂടി വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. സെയിം തിങ് വിത്ത് ലോയിസ് ലെയ്നിൻ്റെയും കുറച്ചും കൂടി സീൻസ് വേണമായിരുന്നു ബിക്കോസ് ഷി വാസ് ജസ്റ്റ് പെർഫെക്റ്റ് ആസ് ലോയിസ് ലെയ്ൻ ഇൻ മൈ ഒപ്പീനിയൻ. പിന്നെ ഗൈ ഗാർഡനർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ ലാൻഡൻ അതുപോലെ മിസ്റ്റർ ടെറിഫിക്, ഇവർ രണ്ടെണ്ണവും സീൻ സ്റ്റീലേഴ്സ് ആയിരുന്നു. അഥവാ ഇവർ വന്ന സീനൊക്കെ ഇവർ കയ്യിലെടുത്തു. ആ ലെവലത്തെ പെർഫോമൻസ് ഇവർ രണ്ടുപേരും കാഴ്ചവെച്ച് വളരെ രസകരമായിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതുപോലെ ഹോക്ക് ഗേളും ഉണ്ട്. ഇവർ രണ്ടുപേരുടെ ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഷീ ഓൾസോ ഹാസ് ഹർ മൊമെന്റ്സ്. ഡെഫിനറ്റ്ലി ഒരു നൈസ് അഡീഷൻ ആയിരുന്നു. അതുപോലെ ജിമ്മി ഓൾസൺ എന്നുള്ള ഒരു ക്യാരക്ടറുണ്ട്, വളരെ രസമായിരുന്നു. ആ ഒരു ക്യാരക്ടറിൻ്റെയും കുറച്ച് സീൻസ് അവിടെ ഇവിടെ കയറ്റൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമായിരുന്നു തിയേറ്ററിൽ. പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും കിട്ടിയ ക്യാരക്ടേഴ്സ് നല്ല ഗജഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട് തന്നെ പറയേണ്ടി വരും. പിന്നെ കുറച്ച് ക്യാമിയോസും പടത്തിലുണ്ട്, ഞാനൊന്നും സ്പോയിൽ ചെയ്യാൻ പോകുന്നില്ല, പക്ഷേ അതൊക്കെ തിയേറ്ററിൽ നല്ല വരവേൽപ്പാണ് അതിനൊക്കെ കിട്ടിയത്. പിന്നെ ഈ പടത്തിൻ്റെ മേക്കിങ്ങിലേക്ക് വരുമ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ കുറച്ച് വിഷ്വൽ എഫക്ട്സും കുറച്ച് CGI ഒക്കെ എനിക്ക് കുറച്ച് ക്ലങ്കി ആയിട്ട് തോന്നി. അത് കുറച്ച് വിയേർഡായിരുന്നു, മോശമാണെന്നല്ല കുറച്ച് വിയേർഡായി തോന്നി. പക്ഷെ ഒരു ടോട്ടാലിറ്റി എടുത്ത് നോക്കുമ്പോൾ ഒരു ആനിമേറ്റഡ് ഷോ അല്ലെങ്കിൽ ഒരു കോമിക് ബുക്ക്, നിങ്ങൾ കോമിക് ബുക്ക് വായിക്കണമെന്നില്ല, കോമിക് ബുക്കിൻ്റെ പാനൽസ് കണ്ടുണ്ടാവും, അതിനെ ഒരു ലൈവ് ആക്ഷൻ സിനിമ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നാൽ ഇങ്ങനെ ഉണ്ടാവും. ഇറ്റ് ഡസ് നോട്ട് ലുക്ക് റിയലിസ്റ്റിക് ബട്ട് ഇറ്റ് ലുക്സ് ക്രേസി, ഓവർ ദ ടോപ്പ്, വിയേർഡ്, ബിസാർ ആൻഡ് അമേസിങ്. അഥവാ വളരെ കളർഫുള്ളാണ്, വളരെ ബ്രൈറ്റാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലാണ് ഈ വിഷ്വൽസ് നമുക്ക് കാണുമ്പോൾ കിട്ടുന്നത്. മൊത്തത്തിൽ പറഞ്ഞ ഒരു വിഷ്വലി ഒരു സ്പെക്ടക്കിൾ തന്നെയാണ്. ഏറ്റവും വലിയ സ്ക്രീനിൽ ഏറ്റവും ഗംഭീര പ്രൊജക്ഷൻ തന്നെ ഈ പടം നിങ്ങൾ കാണാൻ നോക്കുക. അതിൽ എടുത്ത് പറയേണ്ട കാര്യം ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് ഗംഭീര വർക്കായിരുന്നു. ആൻഡ് ഓഡിയോനെ പറ്റി പറയുമ്പോൾ മ്യൂസിക്കിനെ പറ്റി പറഞ്ഞേ പറ്റുള്ളൂ. ജോൺ വില്യംസിൻ്റെ സ്കോർ ഈ പടത്തിൽ വന്നപ്പോൾ കിട്ടിയ ആ ഫീല് അത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല, നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ അറിയണം. അതുപോലെ മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് ട്രാക്സ് ഒക്കെ മാജിക്കലായിരുന്നു, എപ്പിക്കായിരുന്നു. സൂപ്പർമാൻ സിനിമയിൽ ഏത് രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം അത് അണ്ണൻ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്, കിടിലിനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് ജോൺ മർഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് സിനിമയിൽ മ്യൂസിക് ഉണ്ടാക്കിയിരിക്കുന്നത്, വേറെ ലെവൽ വർക്ക്. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എലമെന്റ് എന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ജനറിക് ആയിട്ടുള്ള സ്റ്റോറി. അഥവാ നമ്മൾ ഇതിനു മുന്നേ കണ്ട അതേ സ്റ്റോറി ആണെങ്കിൽ പോലും അത് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. അഥവാ നമുക്ക് കാണുമ്പോൾ ഒരു ആനിമേറ്റഡ് ഷോ കണ്ട ഫീലോ അല്ലെങ്കിൽ ഒരു കോമിക് ബുക്ക് വായിച്ച ഒരു ഫീലാണ് കിട്ടുക. ഈവൻ ദോ ഐ ഹാവൻറ്റ് റെഡ് കോമിക് ബുക്സ്, ഈവൻ ദോ ഞാൻ കുറച്ച് ആനിമേറ്റഡ് ഷോസ് കണ്ടുള്ളൂ, യു ക്യാൻ ക്ലിയർലി സീ ഇറ്റ്. അഥവാ ഇതൊരു സാധാരണ ഒരു സിനിമ എന്നുള്ള ഒരു ഫോർമാറ്റിലല്ല അവരെടുത്ത് വെച്ചിരിക്കുന്നത്. വിഷ്വലി
അഥവാ ഈ ഒരു പടത്തിലത്തെ ഓരോ പോർഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു ആനിമേറ്റഡ് ഷോൻ്റെ ഒരു എപ്പിസോഡായിട്ട് കാണിക്കാൻ പറ്റും. പക്ഷേ അത് കാരണം ഒരിക്കലും ഈ സിനിമ ഡിസ്കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇറ്റ് നെവർ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. ബട്ട് ഡെഫിനറ്റ്ലി ഒരു കോമിക് ബുക്ക് മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആ ഒരു ഫീൽ ഈ പടം കണ്ടപ്പോൾ എനിക്ക് കിട്ടി. ഇതൊക്കെ പറയുമ്പോൾ പോലും ഇതൊരു പെർഫെക്റ്റ് മൂവിയാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഇഷ്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ദ ഡ്യൂറേഷൻ, ഇറ്റ് വാസ് വേ ടു ഷോർട്ട്, ഓൺലി 2 hours and 10 minutes. കുറച്ചും കൂടി വേണമായിരുന്നു. ഇപ്പോൾ ക്ലാർക്ക് കെൻറ്റിൻ്റെ കുറച്ചും കൂടി സീൻസ് വേണമെന്ന് എനിക്ക് തോന്നി. റേച്ചലും ഡേവിഡും തമ്മിലുള്ള കുറച്ചും കൂടി ഇൻട്രാക്ഷൻ സീൻസ് വേണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ വേറെ കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നീട്ടാമായിരുന്നു ഈ സിനിമ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ. അതുപോലെ ഹ്യൂമർ മോശമാണെന്നല്ല പറയണത്. ആക്ച്വലി കുറേ സീൻസിൻ്റെ ഹ്യൂമറൊക്കെ നന്നായി വർക്കായി. പക്ഷേ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഹ്യൂമർ കുറ്റിക്കയറ്റുന്ന സ്ഥിരം ജെയിംസ് ഗൺ പരിപാടി ഈ സിനിമയിലുണ്ട്. അത് ഫ്യൂച്ചർ സിനിമകളിൽ നിന്ന് ജെയിംസ് ഗൺ ചെയ്യില്ല എന്നുള്ള ഒരു പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെ ഞാൻ ഇരിക്കാമാണ്. ബട്ട് ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും പോസിറ്റീവ്സിൻ്റെ മുന്നിലേക്ക് സത്യം പറഞ്ഞാൽ ഇതെനിക്ക് മൈനർ ഇഷ്യൂസ് ആയിട്ട് തോന്നുള്ളൂ. ഒരു ടോട്ടാലിറ്റിയിൽ എനിക്കൊരു ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ എനിക്ക് തന്നത്. ആൻഡ് അഗൈൻ ഇതുവരെയും നിങ്ങൾക്ക് മനസ്സിലായി, ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഏറ്റവും വലിയ സ്ക്രീനിൽ ഏറ്റവും ഗംഭീര പ്രൊജക്ഷനിൽ നിങ്ങൾ ഈ പടം പറ്റുന്നത്രയും കാണാൻ ശ്രമിക്കുക. പറ്റുകയാണെങ്കിൽ ഐമാക്സിലൊക്കെ ഇതൊരു വിഷ്വൽ സ്പെക്ടക്കിൾ തന്നെയായിരിക്കും. നിങ്ങൾ ഇതുവരെയും കാണാത്തൊരു ടൈപ്പ് ഓഫ് വിഷ്വൽസ് ആണ് ഈ സിനിമയിൽ അവർ എടുത്തു വെച്ചിരുന്നത്. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ജസ്റ്റ് ഓവറോൾ വിഷ്വൽ സ്റ്റൈൽ ആണെങ്കിലും അങ്ങനെ മൊത്തത്തിൽ ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഐ ലവ്ഡ് ഇറ്റ്. ഐ എം സാറ്റിസ്ഫൈഡ്. ഐ എം ഹാപ്പി. നിങ്ങൾ സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷൻ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.